ഇന്നത്തെ റെസിപ്പി കുട്ടികൾക്കായിട്ടുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ചിക്കൻ സ്റ്റിക്ക് നഗറ്റ്സ് ആണ് നമ്മളിന്ന് റെഡിയാക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു നഗറ്റ്സ് നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഈ നഗറ്റ്സ് തയ്യാറാക്കാനായിട്ട് ഞാനൊരു 6 പീസ് ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട്. പിന്നെ നമുക്കൊരു 100 ഗ്രാമോളം ചിക്കൻ വേണം. എല്ലില്ലാത്ത ചിക്കൻ്റെ പീസസ് ആണ് ഇതിനാവശ്യം. പിന്നെ ഒരു മുട്ടയുടെ മഞ്ഞ വേണം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഈ ബ്രെഡ് പൊടിയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 3 കഷ്ണം ബ്രെഡ് പൊടിച്ചതിൻ്റെ പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ അപ്പോൾ ചെറിയ പീസാക്കിയിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 4 കഷ്ണം വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയുടെ മഞ്ഞ, ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇത് നമ്മൾ അരച്ചെടുക്കുമ്പോൾ പൾസ് ചെയ്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇങ്ങനെ കറക്കി അരച്ചെടുത്താൽ കറക്റ്റ് ഇതുപോലെ എല്ലാം നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടും. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്തതായിട്ട് നമ്മൾ സ്റ്റിക്ക് നഗറ്റ്സ് ആണ് റെഡിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ സ്റ്റിക്ക് ആവശ്യമുണ്ട് നമുക്ക്. അപ്പോൾ ഇതുപോലത്തെ സ്റ്റിക്ക് നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ സ്ക്യൂർ വെച്ചിട്ടായാലും നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് കൈ വെച്ചിട്ട് പരത്തി കൊടുക്കണം. ഏകദേശം ഒരു വലിയ നാരങ്ങയുടെ വലിപ്പത്തിൽ എടുത്തിട്ട് നമ്മളത് കൈവെള്ളയിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുത്തിട്ട് ഇതിൻ്റെ നടുക്കായിട്ട് സ്റ്റിക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്തെടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഷേപ്പ് ആക്കിയിട്ട് ഉരുട്ടി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്വയർ ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിൽ എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം. ഞാനിപ്പോൾ ഇതൊരു ഓവൽ ഷേപ്പിലാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ആദ്യത്തെ ചിക്കൻ നഗറ്റ്സിൻ്റെ സ്റ്റിക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ തന്നെ എല്ലാ നഗറ്റ്സും റെഡിയാക്കി എടുക്കാം. ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നിന്ന് നമുക്ക് 5 സ്റ്റിക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ 4 പേരുള്ള വീടുകളിലൊക്കെ ആണെങ്കിൽ വൈകിട്ടത്തെ പലഹാരത്തിന് ഇത്രയും എടുത്താൽ മതിയാവും. പിന്നെ നമുക്കിപ്പോൾ ഈ നഗറ്റ്സ് റെഡിയാക്കി എടുക്കാനായിട്ട് ചിക്കൻ സെപ്പറേറ്റ് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കറിക്കൊക്കെ ചിക്കൻ വാങ്ങിക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് പീസസ് എടുത്തിട്ട് മാറ്റി വെച്ചാൽ മതി. ഒരു 100 ഗ്രാമോളം മതി നമുക്ക് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ റെഡിയാക്കി എടുക്കാനായിട്ട്. 5 സ്റ്റിക്ക് ഞാൻ അതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് പൊടിയിൽ പൊതിഞ്ഞെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ബാക്കിയുള്ള ബ്രെഡ് പൊടി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട നന്നായിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ സ്റ്റിക്കായിട്ട് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് ബ്രെഡ് പൊടിയിൽ പൊതിഞ്ഞെടുക്കാം. ഇങ്ങനെ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഇത് പൊതിഞ്ഞെടുക്കാനായിട്ട് പറ്റും. നമ്മൾ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ അത്രയും ബുദ്ധിമുട്ടില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ. ഈ സ്റ്റിക്ക് ഞാൻ 2 പ്രാവശ്യമായിട്ട് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് പൊടിയിൽ പൊതിയും, വീണ്ടും മുട്ടയിൽ മുക്കിയിട്ട് വീണ്ടും ബ്രെഡ് പൊടിയിൽ പൊതിയും. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു കട്ടിയായിട്ടുള്ള കോട്ടിങ് കിട്ടുകയും ചെയ്യും. എണ്ണ കുടിക്കില്ല. അതുപോലെ തന്നെ നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പൊട്ടിയൊന്നും പോവില്ല. ഇപ്പോൾ എല്ലാ സ്റ്റിക്കും ഞാൻ അതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരി എടുക്കണം. ഈ നഗറ്റ്സ് നമ്മൾ ഡീപ് ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ടൊരു പാനിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒരു മീഡിയം തീയിലിട്ടിട്ട് വേണം ചൂടാക്കാനായിട്ട്. മീഡിയം തീയിലിട്ടിട്ട് ഇത് വേവിച്ചെടുത്താലേ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഇത് സ്റ്റിക്ക് നഗറ്റ്സ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാനും കോട്ട് ചെയ്തെടുക്കാനൊക്കെ വളരെ എളുപ്പമാണ്. ആ ഒരു സ്റ്റിക്കിൽ പിടിച്ചിട്ട് നമുക്ക് കോട്ട് ചെയ്തെടുക്കാനും ഫ്രൈ ചെയ്തെടുക്കാനൊക്കെ നല്ല എളുപ്പമാണ്. ഈ നഗറ്റ്സ് നമ്മൾ ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കരുത്. അപ്പോൾ തന്നെ ഇളക്കി കൊടുത്താൽ പൊട്ടിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത് 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു സൈഡ് മുരിഞ്ഞ് വരുമ്പോൾ മാത്രം ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് വേവിച്ചെടുക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡെല്ലാം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് മുരിഞ്ഞ് ഗോൾഡൻ കളറായിട്ട് വരും. ഈ സ്റ്റിക്ക് നഗറ്റ്സിൻ്റെ 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞ് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ നമ്മുടെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ സ്റ്റിക്ക് നഗറ്റ്സ് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യങ്ങളൊന്ന് കുട്ടികൾക്കൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ കേട്ടോ. അവർക്ക് എന്തായാലും ഉറപ്പായിട്ട് ഇഷ്ടവും. വളരെ ഈസിയുമാണ് നമുക്കിത് തയ്യാറാക്കാനായിട്ട്. ഇതുപോലെയുള്ള അടിപൊളി റെസിപ്പീസ് ഇനിയും കിട്ടുന്നതിനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ കൂടെ തന്നെ വരുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക്